നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശനീശ്വര ഭഗവാന്റെ കടാക്ഷവും ശനിപ്രീതിയും ഇല്ലാതെ ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ഉയർച്ചകളും കരസ്ഥമാക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. ശനിദോഷം ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കും അതുപോലെ തന്നെ ശനിദോഷം ബാധിച്ചിരിക്കുന്ന ഒരു വീട്ടിലും ഒരു തരത്തിലുള്ള ഉന്നമനങ്ങളും എത്രയൊക്കെ ശ്രമിച്ചാലും ഉണ്ടാവുകയില്ല. ഒരാഴ്ചയിലെ എല്ലാ ദിവസങ്ങളെയും എടുത്തു നോക്കുമ്പോൾ ശനിയാഴ്ചയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ശനിദേവൻ്റെ ദിനമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നാം എല്ലാവരും ശനീശ്വര ഭഗവാനെ പ്രസാദിപ്പിക്കുവാനായി പല കാര്യങ്ങളും ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും പല ആളുകളും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ചില വസ്തുക്കൾ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വാങ്ങുന്നത്. അതായത് ഈ വസ്തുക്കൾ നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ വാങ്ങുമ്പോൾ അത് ശനിദേവന് അപ്രീതി ഉണ്ടാക്കുകയും നിങ്ങൾക്ക് വിട്ടുമാറാത്ത പല ദുരിതങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നു. അതിനാൽ നിങ്ങൾക്ക് ശനിയാഴ്ച ദോഷത്തിന് കാരണമാകുന്ന ഒരു കാരണവശാലും നിങ്ങൾ ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുവാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി ഒരു കാരണവശാലും നിങ്ങൾ ശനിയാഴ്ച ദിവസം വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരുവാൻ പാടില്ലാത്ത വസ്തു എണ്ണയാണ്. അതായത് പണം കൊടുത്ത് കടയിൽ നിന്ന് പോലും ഒരു തരത്തിലുള്ള എണ്ണയും ശനിയാഴ്ച ദിവസം നിങ്ങൾ വാങ്ങുന്നത് ശുഭകരമല്ല. ഇപ്രകാരം വാങ്ങുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ വരുവാനിടയാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള എണ്ണ ശനിയാഴ്ച ഒഴികെയുള്ള ഏതൊരു ദിവസവും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ശനിയാഴ്ച ദിവസം എത്ര അത്യാവശ്യമാണെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ശുഭകരമല്ല. അതുപോലെ തന്നെ നിങ്ങൾ ശനിദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ശനിയാഴ്ച അല്ലാതെയുള്ള മറ്റൊരു ദിവസം കടുകെണ്ണ വാങ്ങി കടുകെണ്ണയിൽ മുക്കി പൊരിച്ച എന്തെങ്കിലും ഒരു പലഹാരമുണ്ടാക്കി കറുത്ത നിറമുള്ള നായകൾക്കും കാക്കകൾക്കുമൊക്കെ ആഹാരമായി കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് നിങ്ങളിലേക്ക് ശനി പ്രീതി ഉണ്ടാകുവാനും നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അകന്ന് വീട്ടിലേക്ക് ഭാഗ്യം വരുവാനും ഇടയാക്കുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമതായി, നിങ്ങളുടെ വീടുകളിലേക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ വാങ്ങുവാൻ തീർത്തും ശുഭകരമല്ലാത്ത വസ്തുക്കളാണ് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കൾ. കാരണം ശനിയുമായി ബന്ധപ്പെട്ടുള്ള ലോഹമാണ് ഇരുമ്പ്. അതിനാൽ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള എന്തൊരു വസ്തുവായിരുന്നാലും ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ കടയിൽ നിന്നോ വീടുകളിൽ നിന്നോ വാങ്ങിക്കൊണ്ടുവരികയോ മറ്റുള്ള തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം ദോഷഫലങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ ചെയ്താലും ശനിദോഷം വിട്ടുമാറാത്ത തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ വന്നു ചേരുവാനിടയാകും. അതിനാൽ തന്നെ എത്രയൊക്കെ അത്യാവശ്യമുള്ള സാഹചര്യങ്ങൾ വന്നാലും ശനിയാഴ്ച ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ വയ്ക്കുക. ഇനി ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരുവാൻ ഒട്ടും തന്നെ ശുഭകരമല്ലാത്ത ഒരു വസ്തുവാണ് ഉപ്പ്. ഉപ്പ് എന്ന വസ്തു ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വളരെയേറെ ഉള്ളതും വളരെയേറെ പോസിറ്റീവ് ഊർജത്തെയും
ഈശ്വര കടാക്ഷത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവുമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉപ്പ് തീരുന്നതിന് വളരെ മുൻപ് തന്നെ പുതിയ ഉപ്പ് വാങ്ങി ഉപ്പ് പാത്രം നിറച്ചു വയ്ക്കുവാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഉപ്പ് തീർന്നതിന് ശേഷം പോയി വാങ്ങുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ഇനി ശനിയാഴ്ച ദിവസം അത്തരത്തിൽ ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും നിങ്ങൾ ശനിയാഴ്ച ദിവസം പോയി വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരരുത്. ഇപ്രകാരം ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് വാങ്ങിക്കൊണ്ട് വെക്കുന്ന ഭവനങ്ങളിൽ വിട്ടുമാറാത്ത കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുകയും നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോ ആളുകളെയായി വേട്ടയാടുകയും ചെയ്യും. ഇനി നാലാമതായി, നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു കാരണവശാലും ശനിയാഴ്ച ദിവസം വാങ്ങിക്കൊണ്ടുവരുവാൻ പാടില്ലാത്ത വസ്തുവാണ് കടുക്. നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന ദൃഷ്ടിദോഷത്തെയും കണ്ണീറിനെയും നെഗറ്റീവ് ഊർജത്തെയും എല്ലാം അകറ്റി നിർത്തുവാൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വസ്തു തന്നെയാണ് ഉപ്പ്. എന്നിരുന്നാലും ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിൽ വിട്ടുമാറാത്ത കാര്യതടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് കടുത്ത ശനിയാഴ്ച ദോഷത്തിന് വഴിവെക്കും എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ നിങ്ങൾ വീടുകളിൽ പെരുമാറുവാനായി കൈകളിൽ എടുക്കുമ്പോൾ അത് ചിതറിത്തൂകി നിങ്ങളുടെ കൈകളിൽ നിന്ന് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതും അതിലേറെ ദോഷകരമാണ്. ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ തമ്മിൽ കലഹവും മനസമാധാനക്കേടും അച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ കടുക് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതും. അത് ഇനി എത്രയൊക്കെ അത്യാവശ്യമാണെങ്കിലും നിങ്ങൾ ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമതായി, ശനിയാഴ്ച ദിവസം വാങ്ങുവാൻ തീർത്തും ഉത്തമമല്ലാത്ത വസ്തു കത്രികയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ കത്രിക വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ശനിയാഴ്ച ദോഷം വർദ്ധിക്കുവാനും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും വീടിനെ ബാധിക്കുവാനും ഇടയാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്രകാരം ശനിയാഴ്ച ദിവസങ്ങളിൽ കത്രിക വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതിനാൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുവാൻ പോകുന്ന ദോഷം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒരു കാര്യവുമില്ലാതെ വീട്ടിലുള്ളവർ തമ്മിൽ വാക്കുതർക്കങ്ങളും കലഹങ്ങളുമെല്ലാം ഇതിനാൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇപ്രകാരം കടകളിൽ നിന്ന് വാങ്ങുന്നതും മറ്റുള്ളവർക്ക് കത്രിക നൽകുന്നതുമൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അടുത്തതായിട്ട്, നിങ്ങൾ ഒരു കാരണവശാലും ശനിയാഴ്ച ദിവസം വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരുവാൻ പാടില്ലാത്ത വസ്തു ചൂലാണ്. ചൂല് എന്ന് പറയുന്നത് ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവാണ്. മാത്രമല്ല വാസ്തുശാസ്ത്രമനുസരിച്ച് പോലും ചൂല് വയ്ക്കുന്നതിന് പ്രത്യേക സ്ഥാനമുണ്ട്. എന്നാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ചൂല് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന ലക്ഷ്മി കടാക്ഷത്തെ പുറന്തള്ളുന്നതിന് തുല്യമാണ്. ഇപ്രകാരം ലക്ഷ്മി ദേവിയുടെ അപ്രീതി ഉണ്ടാകുന്നതിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിലെ സമ്പത്തും ഐശ്വര്യങ്ങളുമെല്ലാം നഷ്ടപ്പെടുകയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കടബാധ്യതയും നിങ്ങളെ തകർത്ത് കളയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇത്തരത്തിൽ ചൂല് ശനിയാഴ്ച ദിവസം വാങ്ങിവെക്കുന്നതിലൂടെ സൃഷ്ടിക്കപ്പെടും. അതിനാൽ എത്ര അത്യാവശ്യമാണെങ്കിലും ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ
മാത്രം ചൂല് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏഴാമതായി, ഒരു കാരണവശാലും നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി വാങ്ങുവാൻ പാടില്ലാത്ത വസ്തുക്കളാണ് കറുത്ത നിറമുള്ള വസ്ത്രങ്ങൾ, കറുത്ത ഷൂസുകൾ, കറുത്ത മഷി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ വാങ്ങുവാനേ പാടില്ല എന്നുള്ളതല്ല, ശനിയാഴ്ച ദിവസങ്ങളിൽ വാങ്ങുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുപോലെ കറുത്ത നിറമുള്ള വസ്ത്രങ്ങളൊന്നും വേണ്ടപ്പെട്ടവർ തമ്മിൽ കൈമാറുവാനോ പ്രിയപ്പെട്ടവർക്ക് കറുത്ത വസ്ത്രങ്ങൾ സമ്മാനമായി ശനിയാഴ്ച ദിവസങ്ങളിൽ നൽകുവാനോ പാടുള്ളതല്ല. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട ഭാഗ്യങ്ങളെ നശിപ്പിക്കുകയും പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്കും ദുർച്ചിലവുകൾക്കും കാരണമാവുകയും ചെയ്യും. പല ആളുകളും ജീവിതത്തിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു ഉയർച്ചയും കാണുവാൻ കഴിയുന്നില്ല. എപ്പോഴും ബുദ്ധിമുട്ടും കഷ്ടതയും മാത്രമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ചെറിയ തരത്തിലുള്ള പല തെറ്റുകളും അതിലേക്കുള്ള കാരണമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് തരത്തിലുള്ള തെറ്റുകളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി അത് തിരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ട് അകലുകയും കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ തുടങ്ങുകയും ചെയ്യും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.